നമസ്കാരം. ചൈന അമേരിക്ക യുദ്ധത്തിന് എയർ ടു എയർ മിസൈൽ. പൊരിഞ്ഞ യുദ്ധത്തിന് തയ്യാറായി ചൈനയും അമേരിക്കയും. ചൈന അമേരിക്ക സംഘർഷത്തിൻ്റെ ഗതി ഇനി എന്താകും? എന്തിനും തയ്യാറായി നിൽക്കുന്ന ചൈനീസ് പടയും ആരോടും യുദ്ധം ചെയ്യാൻ കൊതിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റും. ഇൻഡോ പസഫിക്കിൽ യുദ്ധത്തിൻ്റെ ഗതി മാറ്റാൻ ചൈനയുടെ ഹൈപ്പർസോണിക് നീക്കം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. ചൈനയ്ക്ക് മാത്രമല്ല, ദീർഘദൂര വ്യോമാക്രമണ ശേഷി വികസിപ്പിക്കുവാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നത് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അമേരിക്കയും സമാനമായിട്ടുള്ള ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ അത് വികസിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് തന്നെ ലക്ഷ്യം തകർക്കുന്ന നൂതന സാങ്കേതിക വിദ്യ കൊണ്ട് തീർത്തെടുത്തതാണ് ഇത്തരത്തിലുള്ള മിസൈലുകൾ എന്ന് പറയപ്പെടുന്നത്. ആകാശത്ത് ശത്രുവിനെ കാണാതെ തന്നെ ശത്രുവിൻ്റെ പ്രധാന വിമാനങ്ങളെ തകർക്കാനാകുമോ എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത്. അതായത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള സൈനിക വിമാനങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുന്ന പുതിയ തലമുറ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ചൈന വികസിപ്പിക്കുന്നു. വ്യോമ ടാങ്കറുകൾ, എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ, കമാൻഡ് വിമാനങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ എന്ന് പറയപ്പെടുന്നത് ഭാവിയിലെ ചൈന അമേരിക്ക സംഘർഷത്തിൻ്റെ ഗതി തന്നെ മാറ്റിയേക്കാമെന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ചൈന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളെ എയർ ടു എയർ ആക്രമണശേഷിയുമായി സംയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണയായിട്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന എയർ ടു എയർ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരം ആയുധങ്ങൾ വളരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിച്ച് ആക്രമണം നടത്തുവാനുള്ള സാധ്യതയാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ശത്രുവിൻ്റെ മുൻനിര യുദ്ധവിമാനങ്ങളെക്കാൾ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിർണായകമായിട്ടുള്ള പിന്തുണാ വിമാനങ്ങളെയാണ് ഇതിലൂടെ ലക്ഷ്യമിടാൻ കഴിയുക. വ്യോമ ടാങ്കറുകളും ഈ എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങളുമൊക്കെ ആധുനിക വ്യോമ യുദ്ധത്തിൽ നിർണായകമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ യുദ്ധവിമാനങ്ങൾക്ക് ദീർഘദൂര പ്രവർത്തിക്കാൻ ഈ ഇന്ധനം നൽകുന്നതും ശത്രുവിൻ്റെ നീക്കങ്ങൾ കണ്ടെത്തി മറ്റ് വിമാനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുന്നതും ഇത്തരം പ്ലാറ്റ്ഫോമുകളാണ്. അതിനാൽ അവയെ യുദ്ധഭൂമിയിൽ നിന്ന് വളരെ അകലെ ഇരുന്നു കൊണ്ട് തന്നെ ആക്രമിക്കാൻ കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ വ്യോമ പ്രവർത്തന മേഖലയെയും ബാധിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ ഏത് തരത്തിലും വേണോ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതാണ് ചൈനയുടെ പുതിയ ഹൈപ്പർസോണിക് ശേഷിയെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈപ്പർസോണിക് ശേഷി അമേരിക്കൻ സൈന്യം അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക ആസൂത്രകർ വളരെ ഗൗരവത്തോടുകൂടി കാണാൻ ശ്രമിക്കുന്നുണ്ട്. അവരും ഇത് ആരംഭിക്കുകയാണ്. ചൈനയുടെ DF-17 സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനത്തിന് ഏകദേശം 1500 മൈൽ, അതായത് ഏകദേശം 2400 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകളിലൂടെ പറയുന്നത്. അതേസമയം ഈ DF-27 പോലുള്ള കൂടുതൽ ദീർഘദൂര സംവിധാനങ്ങൾക്ക് ഏകദേശം 5000 മൈൽ വരെ പരിധി ഉണ്ടാകാമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദൂരപരിധി അമേരിക്കയുടെ പസഫിക് മേഖലയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെയും സൈനിക പിന്തുണാ സംവിധാനങ്ങളെയും ചൈനീസ് മിസൈൽ ശേഷിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ദൂരപരിധി മാത്രമല്ല ഇവിടെ പ്രധാന വിഷയം. ഒരു ചലിക്കുന്ന വിമാനത്തെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് കൃത്യമായിട്ട് ആക്രമിക്കുക എന്നത് അതീവ സങ്കീർണമായിട്ടുള്ളൊരു സാങ്കേതിക വെല്ലുവിളിയാണ്. ലക്ഷ്യം എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിനൊപ്പം അതെത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്, ഏത് ദിശയിലാണ് നീങ്ങുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ തുടർച്ചയായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സെൻസറുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കമാൻഡ് സംവിധാനങ്ങളിലൂടെ മിസൈലിലേക്ക് എത്തിക്കുന്ന ഈ മുഴുവൻ പ്രക്രിയയാണ് സൈനിക ഭാഷയിൽ കിൽ ചെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ശൃംഖലയിൽ ഏതെങ്കിലും ഘട്ടം പരാജയപ്പെട്ടാൽ ആക്രമണം ലക്ഷ്യം തെറ്റാൻ സാധ്യതയുണ്ട് എന്നുകൂടി അറിയിക്കട്ടെ. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ സഞ്ചാരപാതയാണ്. സാധാരണ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ പോലെ ഒരു സ്ഥിരതയുള്ള പാത പിന്തുടരാതെ അന്തരീക്ഷത്തിൻ്റെ മുകളിലത്തെ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും ദിശയിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള കഴിവ് നേടുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുമൂലം ഈ നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയുടെ സഞ്ചാരപാത മുൻകൂട്ടി കണക്കാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറും. അതേസമയം ചൈനയുടെ മിസൈൽ ശേഖരവും വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു യുദ്ധം എപ്പോഴാണെങ്കിലും അനിവാര്യതയാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗമാണ് അമേരിക്കയും ഒപ്പം തന്നെ ചൈനയും. പെൻറ്റഗൺ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന റിപ്പോർട്ടുകൾക്ക് ചൈനയ്ക്ക് ഏകദേശം 2024 3150-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 300ഓളം വരുന്ന കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളും ഉണ്ടായിരുന്നു എന്നുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ചൈന നടത്തിയ മിസൈൽ ആധുനികവൽക്കരണത്തിൻ്റെ വ്യാപ്തി എന്ന് പറയപ്പെടുന്ന ഇതിലൂടെ വലിയ വ്യക്തമാകുന്നൊരു കാര്യമാണ്. എതിരാളിയുടെ സൈനിക സംവിധാനത്തിലെ ഒരു പ്രത്യേക ലക്ഷ്യത്തെ മാത്രം ആക്രമിക്കുന്നതിലുപരി അതിൻ്റെ മുഴുവൻ പ്രവർത്തന ശൃംഖലയെയും ഒരേ സമയം സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ചൈനയുടെ സമീപനമെന്നാണ് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ചൈനയ്ക്ക് മാത്രമല്ല, ദീർഘദൂര വ്യോമാക്രമണ ശേഷി വികസിപ്പിക്കുവാനുള്ള ശ്രമം അമേരിക്കയും സമാനമായിട്ട് ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ വികസിപ്പിക്കുകയാണ്. അത് ഈ SM-6 സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച ഈ പറയുന്ന AIM-174B പോലുള്ള സംവിധാനങ്ങൾ ദീർഘദൂര ലക്ഷ്യങ്ങളെ നേടുന്നതിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
കൂടാതെ നമുക്കറിയാം ഈ AM-260 പോലുള്ള പുതിയ തലമുറ മിസൈലുകൾ അതും അമേരിക്ക വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ ഉപയോഗിക്കുന്ന മീറ്റിയർ പോലുള്ള ദീർഘദൂര മിസൈലുകളും ഈ ആയുധ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നതാണ്. എങ്കിലും ഇത്തരം ആയുധങ്ങളുടെ വ്യാപനം മറ്റൊരു വലിയ അപകട സാധ്യതയും ഉയർത്തുന്നു എന്ന കാര്യം മറന്നു പോകരുത്. കാരണം ഈ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം ചില സാഹചര്യങ്ങളിൽ ആണവ ആക്രമണമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും പോലുള്ള ആണവശക്തികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു പരമ്പരാഗത മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള തെറ്റായ വിലയിരുത്തൽ അതിവേഗം വലിയ സൈനിക പ്രതിസന്ധിയിലേക്ക് നയിക്കാം. അതിനാൽ ചൈനയുടെ ഹൈപ്പർസോണിക് ആയുധ വികസനം വെറും മറ്റൊരു മിസൈൽ പദ്ധതിയായി കാണാനാകില്ല. പസഫിക് മേഖലയിലെ ഭാവി യുദ്ധത്തിൽ ആരാണ് കൂടുതൽ ദൂരം, കൂടുതൽ വേഗം, കൂടുതൽ കൃത്യതയോടെ ഇവയൊക്കെ കൈവരിക്കുന്നത് എന്നതിനെ നിർണ്ണയിക്കുന്ന പുതിയ ആയുധ മത്സരത്തിൻ്റെ ഭാഗമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ മുന്നണി സൈനിക സംവിധാനങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ടാങ്കറുകളും നിരീക്ഷണ വിമാനങ്ങളും കമാൻഡ് സംവിധാനങ്ങളും ലക്ഷ്യമിടാനുള്ള കഴിവാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായിട്ടുള്ള ഭീഷണി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ചൈനയും അമേരിക്കയും ഒരേ സമയം ദീർഘദൂര മിസൈൽ ശേഷി വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത തലമുറ വ്യോമയുദ്ധം ആകാശത്ത് മാത്രമല്ല ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നുള്ള കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ആയിരിക്കും നിർണ്ണയിക്കപ്പെടുക എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ചൈനയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമെന്ന് പറയപ്പെടുന്ന ഈ എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ചുള്ള വലിയ യുദ്ധമായിരിക്കും കാലം നമുക്ക് മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത്. പൊരിഞ്ഞ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് ചൈനയും അമേരിക്കയും. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏത് യുദ്ധത്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. ചൈനയോട് കിടപിടിക്കാൻ അമേരിക്കയ്ക്ക് കഴിയാതാവുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ള വീമ്പ് പറച്ചിൽ ചൈനയും പറയുന്നത് കൊണ്ട് തന്നെ ചൈന അമേരിക്ക യുദ്ധവും ചൈന അമേരിക്ക സംഘർഷവും നിലവിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം.